അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാമായിരുന്ന ഖുറത്തു സാദാത്ത് തങ്ങളവറുകളുടെ 40ാമത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനാ മജ്ലിസ് ഇതേ വരുന്ന 17-ാം തീയതി എല്ലാവർക്കും അറിയുമല്ലോ. എല്ലാവരും ആ പരിപാടിക്ക് എത്തേണ്ടതാണ്. നമ്മുടെ ഏതൊരു ആവശ്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടിയും ജമാഅത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും എന്താവശ്യമാണെങ്കിലും എനിക്ക് എൻ്റെ മഹല്ലാണ് വലുത്, ഞാൻ ഖാദിയായ സ്ഥലമാണ് വലുത്, അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിക്കൂടാ, അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ എന്ന് മനസ്സിൽ കരുതി എല്ലാ സമയത്തും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ ആഖിറത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മഹാനായ ഖുറത്തു സാദാത്ത് വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടി പെട്ടെന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു തആല മഹാനവറുകളുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ബഹുമാനപ്പെട്ട ഖുറത്തു തങ്ങളുമായി നമുക്കുണ്ടായത്. അതുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറത്തിൻ്റെയും കാര്യത്തിന് വേണ്ടി നാം സമീപിച്ചു കൊണ്ടിരുന്ന തങ്ങളവറുകളെ ഒരിക്കലും ആരും മറക്കാതെ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ എങ്കിലും ഓതി ബഹുമാനപ്പെട്ടവർക്ക് ഹദിയ ചെയ്യണം. വളരെ പ്രത്യേകമായി ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ 40ാമത്തെ ദിവസത്തിൻ്റെ മജ്ലിസിന് വേണ്ടി ഖുറത്ത് സമിതി ബഹുമാനപ്പെട്ട മസൂദ് തങ്ങളും ഖുറത്ത് പ്രസിഡൻറ്റും അതുപോലെ അതിൻ്റെ സംഘാടകരൊക്കെ നമ്മുടെ കർണാടകയിലും കേരളത്തുമുള്ള മുഴുവൻ ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമയാണ് ആ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഖുറത്തേക്ക് ളുഹറിന് മുമ്പായി തന്നെ എല്ലാവരും എത്തണം. തങ്ങളവറുകൾക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട് വലിയ സന്തോഷമുണ്ടാകണം. അതിന് വേണ്ടി നാം എല്ലാവരും ഖുറത്തേക്ക് ഇതേ വരുന്ന ശനിയാഴ്ച എല്ലാവരും എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സംസാരിച്ചത് ഉമർ സഖാഫിയാണ്. അസ്സലാമു അലൈക്കും.